ശ്രോണായാം ശ്രവണദ്വാദശ്യാം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്രതാരാദ്യാ ചക്രുസ്തജ്ജന്മദക്ഷിണം. ശ്രോണായാം ചിങ്ങമാസത്തിൽ തിരുവോണ നക്ഷത്രത്തിൽ വിഷ്ണു ഭഗവാൻ വാമനമൂർത്തിയായിട്ട് അവതരിച്ചു. അതാണ് നമ്മൾ ഈ ശ്രോണം എന്നുള്ളത് പറഞ്ഞ ഓണം എന്നായി. പിന്നെ ഭംഗി കൂട്ടാൻ തിരു ചേർക്കും മലയാളികൾ. ആതിര എന്ന് പറയില്ല, തിരുവാതിര, തിരു ഉത്സവം, അങ്ങനെ തിരു ഓണം, അങ്ങനെ തിരുവോണം എന്നായി മാറി. അത് വാമന ജയന്തിയാണ്, വാമനമൂർത്തിയുടെ പിറന്നാൾ. ശ്രീകൃഷ്ണൻ്റെ പിറന്നാളാണ് ശ്രീകൃഷ്ണ ജയന്തി, അഷ്ടമി രോഹിണി. ഇതുപോലെ തിരുവോണം അത് വാമന ജയന്തി. അങ്ങനെ ആ വാമനമൂർത്തിയെ കണ്ടു. 7 വയസ്സ് പ്രായം കൊണ്ടാണ് വന്നു തന്നെ. തം വടും വാമനം ദൃഷ്ടുവാ മോദമാനാമഹർഷയ. 7 വയസ്സ് പ്രായം കൊണ്ട് വന്നു. ബ്രാഹ്മണക്കുട്ടിയല്ലേ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താ? ചോറുകൊണ്ട് ആവശ്യം 7 വയസ്സ് കുട്ടിക്കുണ്ടോ? അതില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പം വേണ്ടത് എന്താ? പൂണൂല് വേണം. ബ്രാഹ്മണനല്ലേ, കശ്യപൻ്റെ മകനായിട്ട് വന്നതുകൊണ്ട് എന്തായാലും ബ്രഹ്മസൂത്രം ആണ്. അതുകൊണ്ട് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ദേവന്മാർ തന്നെ വന്നു കൈങ്കര്യം ചെയ്തു എന്നാണ്. ബൃഹസ്പതിർ ബ്രഹ്മസൂത്രം, ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയാണ് പൂണൂല് കൊടുത്തത്. ദദൗ കൃഷ്ണാജിനം ഭൂമി ദണ്ഡം സോമോ വനസ്പതി. ചന്ദ്രൻ വന്ന് ദണ്ട് കൊടുത്തു. കൗബീനാച്ഛാദനം മാതാ, അമ്മ നല്ല കൗബീനെ ഉടുപ്പിച്ചു. കമണ്ഡലും വേദഗർഭ, നല്ല കിണ്ടി കൊടുത്തു. ആര്? വേദഗർഭൻ ബ്രഹ്മാവ്. സപ്തർഷികൾ വന്ന് ദർഭപ്പുല്ല് കൊടുത്തു. ജപിക്കാനായിട്ട് ഗായത്രി ജപിക്കാൻ എണ്ണം പിടിക്കാൻ മാല, അക്ഷമാലാം മഹാരാജ സരസ്വത്യവ്യയാത്മനഃ, സരസ്വതി ദേവി ജപമാല കൊടുത്തു. ഇനി യാചിക്കണം, ഭിക്ഷ യാചിക്കണം. ബ്രഹ്മചാരിക്ക് സമ്പാദിക്കാൻ വകുപ്പില്ലല്ലോ. ബ്രഹ്മചാരിക്കും സന്യാസിക്കും അവർക്ക് അക്കൗണ്ട് ഉണ്ടാവരുത്, അവർക്ക് സമ്പാദിക്കാൻ വകുപ്പില്ല. തൽക്കാലം വേണ്ടത് എടുക്കുന്നു, കഴിക്കുന്നു, കഴിഞ്ഞാൽ ഒഴിവാക്കുന്നു. പക്ഷികളെ പോലെ, മൃഗങ്ങളെ പോലെ. അതാണ്. പക്ഷികളൊന്നും എടുത്തു വയ്ക്കാറില്ല. നമ്മളാണെങ്കിലോ തുറന്നിട്ട് ഓഫാക്കൂ, വെള്ളം പോണതാ. കുരങ്ങൻ അങ്ങനെ ഉണ്ടോ? അത് തുറന്നിട്ട് പോകും. പിന്നെ നമ്മൾ ഒന്ന് ഓഫാക്കണം. കാരണം അവർക്ക് അങ്ങനെയല്ല, എടുത്തു വയ്ക്കണം എന്നുള്ള വിചാരമൊന്നുമില്ല. എന്തിനെടുത്ത് വയ്ക്കുന്നു? ഈ ഒരു ഭാവം എന്ന് കരുതി ധൂർത്തടിക്കണം എന്നല്ല പറയണത് കേട്ടോ. നാളത്തേക്ക് എടുത്തു വയ്ക്കാതെ കഴിയുക. ഇന്ന് രാത്രിക്ക് തന്നെ എടുത്തു വയ്ക്കില്ല, ഇങ്ങനെയൊരു സമ്പ്രദായമാണ്. അതുകൊണ്ട് ബ്രഹ്മചാരിക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് യാചിക്കണം. അത്യാവശ്യത്തിന് വേണ്ടത് യാചിക്കണം. അതിനായിട്ട് കുബേരൻ വന്നൊരു പാത്രം കൊടുത്തു, ഭിക്ഷാപാത്രം. അമ്മയോടാണ് യാചിക്കാറ്. അവിടെ ഇപ്പോൾ അമ്മ അതിഥിയല്ലേ. പക്ഷേ അമ്മയുടെ നേരെയാണോ നീട്ടിയത് ചോദിച്ചാൽ എല്ലാവരുടെയും അമ്മയായിട്ടുള്ള ജഗദംബികയുടെ നേരെ ഭഗവാൻ ആ പാത്രം നീട്ടി. അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ആ അന്നപൂർണേശ്വരി ഭിക്ഷ കൊടുത്തു. ഇനിയിപ്പം എന്തോ വേണം? ഇനിയിപ്പം സമാവർത്തനം കഴിയുന്നത് വരെ, ഇപ്പം ബ്രഹ്മചാരിയാണ്, ഇനി ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത് വരെ തനിക്ക് എന്തുണ്ട്? രാവിലെയും വൈകുന്നേരവും ഹോമം ആണ്, ചമത ഹോമിക്കണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെന്ത് വേണം? അതിന് സ്ഥലം വേണ്ടേ? ഹോമകുണ്ടം കൂട്ടണം വെച്ചാൽ എത്ര വേണം? ചെറിയൊരു ഹോമകുണ്ടാണെങ്കിൽ ഒരു 3 അടി ഇല്ലാണ്ട് പറ്റൂ. എത്ര വലുതാണെന്ന് വെച്ചാൽ പിന്നെ ഒരു മുറി നിറച്ച് വലിയൊരു ഹോമകുണ്ടൊക്കെ ആവാം. പക്ഷേ അത്യാവശ്യം നമുക്ക് കാര്യത്തിന് ഒരു 3 അടി ഇല്ലാണ്ട് എങ്ങനെയാണ്? അപ്പോൾ ആ 3 അടി സ്ഥലം ആവശ്യമുണ്ട്. ഇങ്ങനെയാണ് 3 അടിയുടെ കണക്ക്. തനിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചോദിക്കണ്ടേ? ആരോട് ചോദിക്കും? കേമന്മാരോട് ചോദിക്കണം, യോഗ്യന്മാരോട് വേണം ചോദിക്കുക. ഏതെങ്കിലും അടക്കോടനോടൊന്നും ചോദിക്കരുത്. അപ്പോൾ ആരോട് ചോദിക്കണം? അവിടെയുള്ള ഋഷീശ്വരന്മാർ പറഞ്ഞു, എന്താ സംശയം? ഇവിടെ അടുത്ത് ഒരു ധാർമ്മികനുണ്ട്. പേരെന്താ? ബലി എന്നാണ് പേര്. എവിടെയായിരിക്കണത്? തം നർമ്മദായാസ്തട ഉത്തരേ ബലേ യർത്തുജസ്തേ ഭൃഗുകച്ഛ സംജ്ഞകേ. നർമ്മദയുടെ തീരത്ത് ഭൃഗുകച്ഛം എന്ന പേരായിട്ടുള്ള സ്ഥലത്ത് ബലി എന്ന രാജാവ് യാഗം ചെയ്യുകയാണ്. ചാലിയാറിൻ്റെ തീരത്താണ് പറഞ്ഞു വെച്ചാൽ കേരളമാണെന്ന് വിചാരിക്കാം. ഭാരതപ്പുഴയുടെ തീരത്താണ് പറഞ്ഞു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം കേരളമായിട്ട് ബന്ധമുണ്ട്. ഇത് കേരളമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്ഥലത്താണ്. അതും എടുത്ത സ്ഥലപ്പേര് പറഞ്ഞു, ഭൃഗുകച്ഛ സംജ്ഞകേ. ഭൃഗുകച്ഛം എന്ന സ്ഥലത്ത്. അതാണ് ബഹ്റൂച്ച് പ്രദേശം. നർമ്മദ നദി ഒഴുകുന്നുണ്ട് അവിടെ, കേരളത്തിൽ ഒഴുകണമില്ല. അവിടെ ബലി എന്ന രാജാവ് യാഗം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ചോദിക്കാം. യോഗ്യനാണ്, കേമനാണ്, പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയാണ്, എന്നാൽ പുറപ്പെടുക എന്ന് കരുതി ഭഗവാൻ ഓലക്കൊടിയായിട്ട് മഹാബലിയെ അനുഗ്രഹിക്കാൻ വേണ്ടി, ചവിട്ടിത്താഴ്ത്താനൊന്നുമല്ല, അനുഗ്രഹിക്കാൻ വേണ്ടി, തൻ്റെ ഭക്തനായ ആ പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയുടെ അഹങ്കാരം ഇല്ലാണ്ടാക്കാൻ വേണ്ടി കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അങ്ങോട്ട് എഴുന്നള്ളി. യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ബലി ദൂരത്തു നിന്ന് ഭഗവാനെ കണ്ടപ്പോൾ ഒരു നിമിഷം സൂര്യൻ തന്നെ ഇറങ്ങി വരികയാണോ ശങ്കിച്ചു. ഇനി സനകാദികൾ വരികയാണോ വിചാരിച്ചു. യാഗം മുഴുവനായിട്ടില്ല, പകുതിയായിട്ടേ ഉള്ളൂ. എന്നാലും അദ്ദേഹം അത് നോക്കിയില്ല. അതിഥിയായിട്ട് വന്ന ആ ബ്രാഹ്മണനെ സ്വീകരിക്കണം എന്ന് കരുതി അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. പരീക്ഷത്തെ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ചെയ്ത അബദ്ധം ആര് ചെയ്തില്ല? ബലി ചെയ്തിട്ടില്ല എന്ന് കാണിച്ചതാണ്.
അദ്ദേഹം മൗനവ്രതമായിട്ടിരിക്കുമ്പം ഗുരുനാഥൻ വന്ന സമയത്ത് മൗനവ്രത എന്ന് പറഞ്ഞ് എണീറ്റില്ല, മിണ്ടിയില്ല. ഇവിടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുക, പകുതിയായിട്ടേ ഉള്ളൂ. ആരെണീറ്റു? യാഗമൊക്കെ പിന്നെ വരണതാരാ? ഗുരുവായൂരപ്പനെന്ന് അദ്ദേഹം അറിഞ്ഞു എന്നുള്ള കാര്യം നിശ്ചയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഹൃദയം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇടയ്ക്ക് വെച്ച് എണീറ്റത്. അദ്ദേഹം യാഗം മുഴുവനായിട്ടുണ്ടോ നോക്കിയില്ല. അതിഥിയായിട്ട് വരണ ആ ബ്രാഹ്മണനെ പൂജിക്കണമെന്ന് കണക്കാക്കി ഇടയ്ക്ക് വെച്ച് അദ്ദേഹം എഴുന്നേറ്റു, ഓടിച്ചെന്നു. സ്വാഗതം തേ നമസ്തുഭ്യം ബ്രഹ്മൻ കിം കരവാമതേ. തൊഴുതങ്ങോട്ട് നമസ്കരിച്ച് ചോദിക്കുകയാണ്, അല്ലയോ ബ്രഹ്മൻ, എന്താ വിളിച്ചത്? പൂർണ്ണ ബ്രഹ്മാണ്. അറിഞ്ഞിട്ടാണോ നിശ്ചയില്ല, എന്തായാലും അങ്ങനെ വിളിച്ചു. എന്താ ഞാൻ അങ്ങേക്കായിട്ട് ചെയ്തു തരേണ്ടത്? ബ്രഹ്മർഷീണാം തപസ്സാക്ഷാത് മന്യേ ത്വാര്യവബുർധരം. അങ്ങയെ കാണുന്ന സമയത്ത് എനിക്കുണ്ടാവണം ഈ ഒരു സന്തോഷം. മരുഭൂമിയിൽപ്പെട്ട് വെള്ളം ഇല്ലാണ്ട് ക്ലേശിക്കുന്ന ആൾക്ക് ലേശം വെള്ളം കിട്ടിയുള്ള സമാധാനമല്ലേ? മാറാ രോഗം പിടിപെട്ടു, ഇതിന് മരുന്നില്ല എന്ന് കരുതിയിരിക്കുമ്പോൾ മരുന്നുമായിട്ടൊരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു വൈദ്യര് വന്നാലുള്ള സന്തോഷത്രേ.